തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ കൊല്ലൂരിലെത്തിയ വിജയിയെ ക്ഷേത്രാധികൃതർ സ്വീകരിച്ചു. 20 മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിച്ച വിജയ് വെള്ളിവാൾ സമർപ്പിച്ചു. ദർശനത്തിന് ഏതാണ്ട് 20 മിനിറ്റോളം വിജയ് അവിടെ ചെലവഴിച്ചു. അതിനുശേഷം സ്വയം വാഹനമോടിച്ചാണ് കൊല്ലൂരിൽ നിന്ന് വിജയ് മടങ്ങിയത്. गाड़ी ओडिस्तार सर മംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗമാണ് വിജയ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അവിടെ നിന്ന് റോഡ് മാർഗം തന്നെ അദ്ദേഹം സ്വയം വാഹനം ഓടിച്ച് യാത്ര തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. KV ബൈജു അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് വിജയ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. MGRും ജയലളിതയും കഴിഞ്ഞാൽ മൂകാംബികയിൽ ദർശനം നടത്തുന്ന 3ാമത്തെ മുഖ്യമന്ത്രിയുമാണ്. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾപ്പെടെ എങ്ങനെയാണ്? ഒപ്പം വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ആളുകൾ വിജയെ കാണാനെത്തിയതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. തീർച്ചയായും രേണുക, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് മംഗളൂരു വിമാനത്താവളത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്തുന്നത്. പിന്നീട് റോഡ് മാർഗം മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 20 മിനിറ്റോളം മാത്രമാണ് മൂകാംബിക ക്ഷേത്രത്തിൽ ജോസഫ് വിജയ് ചെലവഴിച്ചത്. അവിടെ വെള്ളി വാള് കാണിക്കയായി സമർപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രം മേൽശാന്തി രാമചന്ദ്ര അടിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ട്രസ്റ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലും വലിയ സ്വീകരണം അദ്ദേഹത്തിന് നൽകി. ഈ വിജയ് വരുന്ന ആ സമയത്ത് മറ്റ് ഭക്തർക്കൊന്നും ഈ ക്ഷേത്രത്തിൽ ദർശനം അനുവദിച്ചിരുന്നില്ല. പ്രത്യേക പൂജ, വിശേഷാൽ പൂജ, അതോടൊപ്പം ദീപാരാധന, ഇങ്ങനെ ചെറിയ പൂജകൾ മാത്രമാണ്, വലിയ പൂജകളൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം ആരാധകരെ അദ്ദേഹം നിരാശരാക്കിയില്ല. കാറിൽ നിന്നും കൈവീശി ആരാധകരെ അഭിവാദ്യം ചെയ്തു. അതോടൊപ്പം രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഔദ്യോഗിക വാഹനം സ്വന്തം ഓടിച്ചാണ് കൊല്ലൂരിൽ നിന്നും തിരിച്ച് യാത്ര നടത്തിയത്. ഏതായാലും മംഗളൂരുവിലേക്ക് തന്നെ എത്തി. അവിടെ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ചെന്നൈയിലേക്ക് അദ്ദേഹം പുറപ്പെടുക. എന്തായാലും MGRന് ശേഷം ജയലളിതയ്ക്ക് ശേഷം 3ാമത്തെ മുഖ്യമന്ത്രിയാണ് ജോസഫ് വിജയ് മൂകാംബിക സന്ദർശിക്കുന്നതെന്നതും ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. അതുമാത്രമല്ല, കേവല ഭൂരിപക്ഷം TVK സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്ര ദർശനം അങ്ങനെയാണ് എത്തിയെന്നൊക്കെയുള്ള തരത്തിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും വളരെ നാടകീയമായി ആരാധകരെയൊക്കെ അത്തരത്തിൽ തീർച്ചയായും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയത്. വലിയ തോതിൽ ആളുകൾ, അതായത് കർണാടകത്തിൽ നിന്നും തമിഴ്നാട് നിന്നും ഒപ്പം കേരളത്തിൽ നിന്നും ഉൾപ്പെടെ വിജയുടെ നിരവധി ആരാധകരെ നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിച്ചു. എന്തായാലും കൃത്യസമയത്ത് അദ്ദേഹത്തിനെത്താൻ പറ്റിയില്ല. കാരണം ദില്ലിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് അത് 2 മണിക്കൂർ വൈകിയാണ് മംഗളൂരുവിലെത്തിയത്. അതുകൊണ്ട് തന്നെ സമയം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ 2 മണിയോടെ അല്ലെങ്കിൽ ഒരു 2:30 എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ വൈകി. പക്ഷേ ദർശനം
ദർശനം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി 20 മിനിറ്റ് സമയം മാത്രം ക്ഷേത്രത്തിൽ ചെലവഴിച്ച് ശ്രീകോവിലിനകത്ത് കയറി ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോകേണ്ടത്. മാധ്യമപ്രവർത്തകർക്ക് ഇതിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മറ്റുള്ള പുറത്തുള്ള ആളുകൾക്കും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. സെറ്റ് പ്ലസ് കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയിലായിരുന്നു. ഇന്നലെ മുതൽ തന്നെ തമിഴ്നാട് പോലീസും കർണാടക പോലീസും ക്ഷേത്രത്തിൽ കൃത്യമായ ഈ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. രേണുക. ശരി, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.